സാധാരണയായി നമ്മളൊരു മെഡിക്കൽ ഡയഗ്നോസിസ്, അതായത് ഒരു അസുഖം കണ്ടുപിടിക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ അവിടെ ഒരു കൃത്യത നമ്മൾ പ്രതീക്ഷിക്കാറുണ്ടല്ലേ? ഉം. ഒരു എഞ്ചിനീയറിംഗ് കണക്ക് പോലെ. അതെ അതെ, കൃത്യമായിട്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കൈ ഒടിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോയി ഒരു എക്സ്റേ എടുക്കുമ്പോൾ ആ വെളുത്ത വര വളരെ വ്യക്തമായിട്ട് കാണാം. ഡോക്ടർക്ക് ആ ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാം, ഇതാ ഇവിടെയാണ് കുഴപ്പം, ഇത് നമ്മൾ പരിഹരിക്കണമെന്ന്. വളരെ ലളിതമാണ് കാര്യങ്ങൾ. ശരിയാണ്. മനുഷ്യന്റെ സ്വഭാവവും ശരിക്കും അതുതന്നെയാണ്. കാര്യങ്ങൾ ഒടിഞ്ഞിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന് വളരെ വ്യക്തമായി അറിയാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും. ഈ ശരിയും തെറ്റും തമ്മിലുള്ള ഒരു ഈ കറുപ്പും വെളുപ്പും നിറഞ്ഞ അതിർവരമ്പുകൾ മനുഷ്യർക്ക് എപ്പോഴും വലിയൊരു മാനസിക ആശ്വാസമാണ് നൽകുന്നത്. അതെ. എന്നാൽ നമ്മൾ ചരിത്രത്തിലേക്കും പ്രത്യേകിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ബാങ്കിങ്ങിന്റെയും ഒക്കെ രൂപീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന എക്സ്റേ മെഷീനുകളൊന്നും പ്രവർത്തിക്കാതാകും. അത് ശരിയാ. അവിടെ കാര്യങ്ങൾ അത്ര വ്യക്തമല്ല. അതെ. ലാഭമുണ്ടാക്കുന്നതും അതാ കൊള്ളപ്പലിശ ഈടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ചരിത്രത്തിൽ എക്കാലത്തും വലിയൊരാശയക്കുഴപ്പമായിരുന്നു. പ്രിയശ്രോതാവേ, നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. 15ാം നൂറ്റാണ്ടിലെ ഇറ്റലിയിലെ സീന എന്ന നഗരം. ഇടുങ്ങിയ തെരുവുകളും കല്ലുപാകിയ വഴികളും. അവിടെ വളരെ മെലിഞ്ഞുണങ്ങിയ മുഖവും കുഴിഞ്ഞ പല്ലുകളുമുള്ള പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ച ഒരു ഫ്രാൻസിസ്കൻ സന്യാസി നഗ്നപാതനായി നടക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് വിശുദ്ധ ബെർണാഡീനോ. അതെ, ബെർണാഡീനോ. നമ്മൾ ഇന്ന് ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ ചർച്ച ചെയ്യുന്നത് കേവലം ഒരു മതപരമായ ചരിത്രമല്ല കേട്ടോ. ആർഭാടങ്ങളില്ലാതെ ലളിത ജീവിതം നയിച്ച ഈ സന്യാസി എങ്ങനെയാണ് ബാങ്കിംഗ് സംവിധാനങ്ങളുടെയും ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ഒക്കെ അടിസ്ഥാന ശിലകൾ പാകിയതെന്നതിന്റെ ആ അതിശയകരമായ ചരിത്രമാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. തീർച്ചയായും. ബെർണാഡീനോ എന്ന ആ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ആശയങ്ങളെയും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 12ഉം 13ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ മതപരമായ ചിന്തകളിൽ വലിയൊരു വിപ്ലവം തന്നെ നടന്നു. ഒരു വിപ്ലവം? അതെ. അതുവരെ മതം എന്ന ആശയം വലിയ കോട്ടകൾ പോലെയുള്ള ആശ്രമങ്ങളുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് ഈ മെൻഡിക്കന്റ് ഓർഡറുകൾ അഥവാ ഭിക്ഷുക്കുകളുടെ സഭകൾ രൂപപ്പെടുന്നത്. അവർ ഈ അടഞ്ഞ വാതിലുകൾ തുറന്ന് നഗരങ്ങളിലെ തെരുവുകളിലേക്കും ദരിദ്രരുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെന്നു. ഒരു നിമിഷം, എനിക്കിവിടെ ഒരു സംശയം തോന്നുന്നു. ഇപ്പോൾ എന്തിനാണവർ പെട്ടെന്ന് ഈ ആശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ച് തെരുവുകളിലേക്കിറങ്ങിയത്? അന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിരുന്നോ? തീർച്ചയായും. ആ കാലഘട്ടത്തിൽ നഗരങ്ങൾ വളരെ വേഗത്തിൽ വളരുകയായിരുന്നു. അതോടൊപ്പം തന്നെ നഗരങ്ങളിലെ ദാരിദ്ര്യവും വലിയ രീതിയിൽ വർദ്ധിച്ചു. പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചേരികൾ രൂപപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഈ ജനങ്ങളെ സഹായിക്കാനും അവർക്ക് ആശ്വാസം നൽകാനും വെറുതെ ഈ ആശ്രമങ്ങളിലിരുന്നാൽ പോരാ എന്ന് ഈ പുതിയ സഭകൾ തിരിച്ചറിഞ്ഞു. ശരിയാണ്. ഇതിന്റെ ഒരു പ്രതിഫലനം അവരുടെ പള്ളികളുടെ നിർമ്മാണത്തിൽ വരെ നമുക്ക് കാണാൻ സാധിക്കും. പള്ളികളുടെ നിർമ്മാണത്തിലോ? അതെങ്ങനെയാ? അതായത് ഈ പാവപ്പെട്ട തൊഴിലാളികളെയും സാധാരണക്കാരെയും ഒക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി യാതൊരുവിധ അലങ്കാരങ്ങളും ഇല്ലാത്ത വളരെ വലിയ ഹാളുകളുള്ള പള്ളികളാണ് ഫ്രാൻസിസ്കൻ സഭകൾ അന്ന് നിർമ്മിച്ചത്. സ്വർണമോ വിലപിടിപ്പുള്ള ചിത്രപ്പണികളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ ജീവിതത്തിലെ ലാളിത്യം ആ നിർമ്മിതികളിലും അവർ കൃത്യമായി നിലനിർത്തി. അപ്പോ ആ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്കാണ് 1380-ൽ ജനിച്ച നമ്മുടെ ബെർണാഡീനോ കടന്നുവരുന്നത്, അല്ലേ? അതെ അതെ. ഈ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം. ശരിക്കും ഒരു കുലീന കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 6ാം വയസ്സിൽ അനാഥനായെങ്കിലും അദ്ദേഹം പിന്നീട് തത്വചിന്തയും നിയമവുമൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, നിയമവും തത്വശാസ്ത്രവുമൊക്കെ പഠിച്ച ഇത്രയും ഉയർന്ന കുടുംബ പശ്ചാത്തലമുള്ള ഒരാൾ എന്തിനാണ് പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ച് 1402-ൽ ഒരു സന്യാസിയായി തെരുവിലേക്കിറങ്ങിയത്? അതൊരു സാധാരണ തീരുമാനമല്ലല്ലോ. അല്ല, അതിനൊരു വലിയ കാരണമുണ്ട്. അന്നത്തെ മഹാമാരികളായിരുന്നു അതിന് കാരണം. പ്ലേഗ് പോലെയുള്ള അസുഖങ്ങൾ? അതെ, കൃത്യമായിട്ട്. പ്ലേഗ് പോലെയുള്ള അസുഖങ്ങൾ പടർന്നുപിടിച്ചപ്പോൾ അദ്ദേഹം ആശുപത്രികളിൽ രോഗികളെ ശുശ്രൂഷിക്കാൻ മുന്നിട്ടിറങ്ങിയിരുന്നു. മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ അദ്ദേഹം നേരിട്ട് കണ്ടു. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നതിനു ശേഷം സഭ അതിന്റെ യഥാർത്ഥ ലാളിത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് തോന്നിയപ്പോ അതിനെ തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം ഒരു പുതിയ മൂവ്മെന്റ് തന്നെ തുടങ്ങി.
മൊവിമെന്റോ ഡെൽ ഒസർവാൻസ എന്ന നവീകരണ പ്രസ്ഥാനമല്ലേ? അതെ അതെ, അത് തന്നെ. തന്റെ 40-ാം വയസ്സിലാണ് അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. സിയേന, ഉർബീനോ, ഫെറാറ എന്നീ 3 വലിയ നഗരങ്ങളിലെ ബിഷപ്പ് പദവികൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. വലിയ സ്ഥാനങ്ങൾ. അതെ, പക്ഷെ അദ്ദേഹം അതെല്ലാം നിരസിച്ചു. കാരണം അധികാരസ്ഥാനങ്ങളിലിരുന്നാൽ ഈ സാധാരണക്കാരിൽ നിന്ന് താൻ അകന്നുപോകുമെന്ന് അദ്ദേഹം ഭയന്നു. ശരിക്കും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ എത്രമാത്രം സ്വാധീനമുള്ള ആളായിരുന്നു എന്നതിന്റെ തെളിവ് 1427-ൽ സിയന്നയിലെ പിയാസ ഡെൽ കാംബോയിൽ നടന്ന സംഭവമാണ്. വലിയൊരു സംഭവമായിരുന്നു അത്. തുടർച്ചയായി 45 ദിവസമാണ് അദ്ദേഹം അവിടെ പ്രഭാഷണം നടത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് അത് കേൾക്കാൻ തടിച്ചുകൂടിയത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ കാലത്തെ പോലെ മൈക്രോഫോണോ ക്യാമറയോ ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിരക്ഷരരായ ഇത്രയധികം ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്? അവിടെയാണ് അദ്ദേഹത്തിന്റെ ആ ആശയവിനിമയ പാടവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ഗഹനമായ തത്വങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതിനായി അദ്ദേഹം ഉപയോഗിച്ച രീതിയെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് എക്സംപ്ലം എന്നാണ്. എക്സംപ്ലം? അതെ. അതായത് അക്കാലത്തെ ദൈനംദിന വാർത്തകളും ഈ അയൽപ്പക്കങ്ങളിലെ വഴക്കുകളും കച്ചവടക്കാരുടെ തട്ടിപ്പുകളുമൊക്കെ അദ്ദേഹം തന്റെ പ്രഭാഷണങ്ങളിൽ ഉദാഹരണങ്ങളായി ഉപയോഗിച്ചു. അപ്പോൾ കേൾവിക്കാർക്കത് തങ്ങളുടെ തന്നെ ജീവിതമാണെന്ന് തോന്നി. ഹാവു, ഇന്നത്തെ കാലത്തൊരു വൈറൽ പോഡ്കാസ്റ്ററോ അല്ലെങ്കിൽ ഒരു പരസ്യ കമ്പനിയോ ഒക്കെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഉപയോഗിക്കുന്ന അതേ മനഃശാസ്ത്രം. അതെ അതെ. അദ്ദേഹത്തിന്റെ മറ്റൊരു തന്ത്രം കൂടി ഈ രേഖകളിലുണ്ട്. അദ്ദേഹം പ്രഭാഷണം നടത്തുമ്പോൾ JHS എന്നെഴുതിയ ആ സൂര്യരശ്മികൾ വരച്ചു ചേർത്ത ഒരു വലിയ മരപ്പലക ഉയർത്തിപ്പിടിക്കുമായിരുന്നു. ഈ നിരക്ഷരരായ ആൾക്കൂട്ടത്തിന്റെ മനസ്സിൽ പതിയുന്ന ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ചിഹ്നം പോലെയായിരുന്നു അത്. കേൾക്കുന്ന കാര്യങ്ങൾ മറന്നുപോയാലും ആ ദൃശ്യം അവരുടെ മനസ്സിൽ നിൽക്കും. അദ്ദേഹം ജനങ്ങളുടെ മനഃശാസ്ത്രം വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതൊരു ദൃശ്യവിനിമയ തന്ത്രമായിരുന്നു. എന്നാൽ അദ്ദേഹം വെറുമൊരു മതപ്രഭാഷകൻ മാത്രമായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. തെരുവുകളിലെ പാവപ്പെട്ടവരോട് നിരന്തരം സംവദിച്ച ബെർണാഡിനോ ക്രമേണ ഒരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. എന്ത് യാഥാർത്ഥ്യം? എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഈ മനുഷ്യരെന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിൽ തന്നെ തുടരുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആഹാ. അവിടെയാണ് അന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്ന പലിശ എന്ന വലിയ സാമ്പത്തിക ചൂഷണത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയുന്നത്. മധ്യകാല യൂറോപ്പിലെ സാമ്പത്തിക പ്രതിസന്ധി. അക്കാലത്ത് പലിശ വാങ്ങുന്നത് വലിയൊരു പാപമായിട്ടാണല്ലോ സമൂഹം കണക്കാക്കിയിരുന്നത്. ആ ടേർബേ ലൂക്രം അഥവാ നിന്ദ്യമായ ലാഭം എന്നായിരുന്നല്ലോ അവർ പലിശയെ വിളിച്ചിരുന്നത്. അതെ. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്തായിരുന്നു? ഇതിന് ശക്തമായൊരു ദൈവശാസ്ത്ര പശ്ചാത്തലമുണ്ട്. വില്യം ഓഫ് ഓക്സറെ എന്ന ചിന്തകൻ അക്കാലത്ത് ഒരു വലിയ വാദം മുന്നോട്ടുവെച്ചു. അദ്ദേഹം പറഞ്ഞത്, പണം കടം കൊടുത്ത് പലിശ വാങ്ങുന്ന ഒരാൾ യഥാർത്ഥത്തിൽ എന്താണ് വിൽക്കുന്നത്? അയാൾ സമയമാണ് വിൽക്കുന്നത്. സമയം വിൽക്കുന്നു? അതെ. കാരണം കടം കൊടുത്തയാൾ ഉറങ്ങുമ്പോഴും ആ പണത്തിന്റെ പലിശ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സമയമെന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ദൈവത്തിന്റെ സ്വത്തായ സമയത്തിന് വിലയിടാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അതുകൊണ്ട് പലിശ വാങ്ങുന്നത് ദൈവത്തിനെതിരായുള്ള പാപമാണ് എന്നായിരുന്നു വിശ്വാസം. ഈ വാദം കേൾക്കാൻ നല്ല കാവ്യാത്മകമാണ്. സമയമാണ് വിൽക്കുന്നത് എന്നൊക്കെ പറയുന്നതിൽ ഒരു തത്വശാസ്ത്രമുണ്ട്. പക്ഷെ പ്രായോഗികമായി ചിന്തിച്ചാൽ ഇതൊരു വിചിത്രമായ വാദമല്ലേ? എങ്ങനെ? ഇപ്പോ എന്റെ കയ്യിലുള്ള പണം ഞാൻ മറ്റൊരാൾക്ക് കടം കൊടുക്കുമ്പോൾ അതെനിക്ക് തിരികെ കിട്ടാതിരിക്കാനുള്ള ഒരു വലിയ റിസ്ക് ഞാൻ ഏറ്റെടുക്കുന്നില്ലേ? ആ റിസ്കിനുള്ള പ്രതിഫലമായി എന്തുകൊണ്ട് ഈ പലിശയെ കണ്ടുകൂടാ? അന്നത്തെ ചിന്തകർക്ക് ഈ പ്രായോഗിക വശം മനസ്സിലായിരുന്നില്ലേ? നിങ്ങൾ ഉന്നയിച്ച ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നാൽ അന്നത്തെ സഭയും ചിന്തകരും അതിനെ മറ്റൊരു രീതിയിലാണ് സമീപിച്ചത്. അവിടെയാണ് തോമസ് അക്വിനാസിന്റെ വാദങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത്. തോമസ് അക്വിനാസ് വളരെ കൃത്യമായ ഒരു സാമ്പത്തിക സിദ്ധാന്തം അവതരിപ്പിച്ചു. അതായത്, ഒരു വസ്തുവിന്റെ മൂല്യം എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത്? അത് മനുഷ്യന്റെ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയാണ്. അദ്ദേഹം നൽകിയ ഉദാഹരണം വളരെ രസകരമാണ്. എന്താണത്? ജീവനുള്ളൊരു എലിയേക്കാൾ മനുഷ്യർ നിർജീവമായ ഒരു മുത്തിന് നൽകുന്നു. കാരണം പ്രകൃതിയിലെ മഹത്വം കൊണ്ടല്ല, മറിച്ച് മനുഷ്യന് എലിയേക്കാൾ ആവശ്യം ആ മുത്തായതുകൊണ്ടാണ്. അതായത്
ഡിമാൻഡ് അഥവാ ആവശ്യകതയാണ് മൂല്യം തീരുമാനിക്കുന്നത്. അപ്പോ പണത്തിന്റെ കാര്യത്തിലോ? പണത്തെ അക്വിനാസ് വെറുമൊരു വിനിമയ മാധ്യമം മാത്രമായാണ് കണ്ടത്. പണത്തിന് സ്വന്തമായി ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതൊരു നിർജീവ വസ്തുവാണ്. ശരി. അപ്പോൾ ഒരാൾ 100 നാണയങ്ങൾ കടം കൊടുത്തിട്ട് 110 നാണയങ്ങൾ തിരികെ ചോദിക്കുമ്പോൾ അയാൾ ഒരേ സാധനത്തിന് 2 തവണ പണം ഈടാക്കുകയാണെന്ന് അക്വിനാസ് വാദിച്ചു. ഒന്ന് ആ 100 നാണയങ്ങൾക്ക്, രണ്ടാമത്തേത് ആ നാണയങ്ങൾ ഉപയോഗിച്ചതിന്. ഇത് കടുത്ത അനീതിയാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ശ്രോതാക്കൾക്ക് ഈ ആശയം എളുപ്പം മനസ്സിലാകാനായി ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ യാത്ര ചെയ്യാൻ ഒരു കാർ വാടകയ്ക്കെടുക്കുന്നു എന്ന് കരുതുക. നല്ല ഉദാഹരണമാണ്. നിങ്ങൾ ആ കാറിന്റെ വാടക കൃത്യമായി കൊടുക്കുന്നുണ്ട്. എന്നാൽ യാത്ര കഴിഞ്ഞു വരുമ്പോൾ കാറിന്റെ ഉടമസ്ഥൻ പറയുകയാണ്, നിങ്ങൾ കാറിന്റെ വാടക തന്നു, ഇനി ആ കാർ ഓടിച്ചതിന് വേറെയും പണം തരണം എന്ന്. അതെ അതെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അതേ അനീതിയാണ് അക്വിനാസ് പലിശയുടെ കാര്യത്തിലും കണ്ടത്. പണം കൊടുത്താൽ അത് ഉപയോഗിക്കുക എന്നത് സ്വാഭാവികമാണ്, അതിന് വീണ്ടും പലിശ വാങ്ങുന്നത് ചൂഷണമാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഇത്രയും കർശനമായ നിയമങ്ങൾ വെച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലെ കച്ചവടവും സാമ്പത്തിക വ്യവസ്ഥയുമൊക്കെ എങ്ങനെയാണ് മുന്നോട്ടു പോയത്? ലാഭമില്ലാതെ ആരും ബിസിനസ്സിൽ പണം നിക്ഷേപിക്കില്ലല്ലോ. സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായി നിശ്ചലമാകില്ലേ? വളരെ കൃത്യമായ നിരീക്ഷണമാണ്. സാമ്പത്തിക വ്യവസ്ഥ നിശ്ചലമാവുകയോ അല്ലെങ്കിൽ ആളുകൾ രഹസ്യമായി കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം വാങ്ങുകയോ ചെയ്യുന്നൊരവസ്ഥ അന്നുണ്ടായിരുന്നു. ആഹാ. എഴുതിയ കരാറുകളെയും പലിശയെയും കുറിച്ചുള്ള പ്രബന്ധം എന്ന പുസ്തകം ഈ വിഷയത്തിൽ വലിയൊരു വഴിതിരിവായി. എന്നാൽ ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിപ്ലവകരമായ ആശയങ്ങൾ മുഴുവൻ ബെർണാഡിനോയുടേതായിരുന്നില്ല. പിയറി ഡി ജീൻ ഒലിവിയെ എന്ന മറ്റൊരു സന്യാസിയുടെ ആശയങ്ങൾ അദ്ദേഹം കടമെടുക്കുകയായിരുന്നു. ചരിത്രത്തിൽ നിന്ന് സഭ മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞ ആ ചിന്തകൻ എന്തുകൊണ്ടാണ് ഒലിവിയുടെ ആശയങ്ങളെ സഭ അന്ന് തള്ളിക്കളഞ്ഞത്? ഒലിവിയുടെ ചിന്തകൾ അന്നത്തെ യാഥാസ്ഥിതിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം പണത്തെയും കച്ചവടത്തെയും വളരെ ശാസ്ത്രീയമായി പഠിക്കാൻ ശ്രമിച്ചു. ഒരു വസ്തുവിന് എല്ലാവർക്കും ഒരേ വിലയല്ല ഉള്ളത്. ഓരോ വ്യക്തിക്കും ആ വസ്തുവിനോടുള്ള താൽപ്പര്യമാണ് അതിന്റെ വില നിശ്ചയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെ സബ്ജക്റ്റീവ് യൂട്ടിലിറ്റി അഥവാ വ്യക്തിഗതമായ ആവശ്യകത എന്ന് വിളിക്കാം. അതെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യവസായത്തിൽ നിക്ഷേപിക്കുന്ന പണത്തെ കേവലം നാണയങ്ങൾ എന്നതിനു പകരം കൂടുതൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മൂലധനമെന്ന് ആദ്യമായി വിളിച്ചതും അദ്ദേഹമാണ്. ക്യാപിറ്റൽ എന്ന ആശയം. അതെ, ക്യാപിറ്റൽ. എന്നാൽ സഭ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അന്ന് നിരോധിച്ചു. വർഷങ്ങൾക്കു ശേഷം ബെർണാഡിനോ ആ നിരോധിക്കപ്പെട്ട ആശയങ്ങളെ എടുത്ത് കുറച്ചുകൂടി ലളിതമാക്കി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അപ്പൊ ഈ കൊള്ളപ്പലിശയെ എതിർത്ത ബെർണാഡിനോ എങ്ങനെയാണ് ബിസിനസിനെയും മൂലധനത്തെയും ന്യായീകരിച്ചത്? അവിടെ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു യുക്തി? അവിടെയാണ് ബെർണാഡിനോയുടെ ഏറ്റവും വലിയ ബുദ്ധി പ്രവർത്തിച്ചത്. അദ്ദേഹം ലൂക്രം സെസാൻസ് എന്നൊരു പുതിയ ആശയം കൊണ്ടുവന്നു. ലൂക്രം സെസാൻസ്, അതായത് അവസരനഷ്ടത്തിനുള്ള പ്രതിഫലം. അക്വിനാസ് പറഞ്ഞതുപോലെ വെറുതെ പെട്ടിയിലിരിക്കുന്ന പണം വിനിമയ മാധ്യമം മാത്രമാണ്. അത് പലിശയുണ്ടാക്കുന്നില്ല. എന്നാൽ അതേ പണം ഒരു വ്യക്തി ബിസിനസ്സിൽ നിക്ഷേപിച്ചാൽ അത് ഉൽപ്പാദനക്ഷമമാണ് എന്ന് അദ്ദേഹം വാദിച്ചു. എനിക്കിത് വ്യക്തമാകുന്നുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞ ആ വാദം അദ്ദേഹം മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു, അല്ലേ? അതെ. അതായത്, ഇപ്പോ എന്റെ കയ്യിൽ 100 സ്വർണ്ണനാണയങ്ങളുണ്ടെന്ന് കരുതുക. ആ നാണയങ്ങൾ ഉപയോഗിച്ച് എനിക്ക് പട്ടുനൂൽ വാങ്ങി വസ്ത്രം നെയ്ത് വിപണിയിൽ വിറ്റ് ലാഭമുണ്ടാക്കാം. എന്നാൽ ആ 100 നാണയങ്ങൾ ഞാൻ നിങ്ങൾക്ക് കടമായി തരുമ്പോൾ എനിക്ക് വസ്ത്രം നെയ്ത് വിൽക്കാനുള്ള ആ വലിയ അവസരമാണ് ഇല്ലാതാകുന്നത്. അതെ, ആ അവസരം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് പലിശ ഈടാക്കുമ്പോൾ അത് വെറുതെ പണം തന്നതിനല്ല, മറിച്ച് എനിക്ക് നഷ്ടപ്പെട്ട ആ ലാഭത്തിന്റെ അവസരത്തിന് പകരമുള്ള ന്യായമായ ഒരു പ്രതിഫലമാണ്. ഇതാണോ അദ്ദേഹം പറഞ്ഞത്? തികച്ചും സത്യം. ആ ഒരൊറ്റ തിരിച്ചറിവ് സാമ്പത്തിക ചരിത്രത്തെ മാറ്റിമറിച്ചു. ഗതികെട്ടുവരുന്ന പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തു വാങ്ങുന്ന കൊള്ളപ്പലിശയും ഒരു വ്യവസായത്തിൽ നിക്ഷേപിച്ച് നഷ്ടസാധ്യതകൾ ഏറ്റെടുത്ത് സ്വന്തമാക്കുന്ന ലാഭവും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം അദ്ദേഹം വരച്ചുകാട്ടി. അതൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. തങ്ങൾ പാപികളല്ലെന്നും തങ്ങളുടെ നിക്ഷേപങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്നുമുള്ള ഒരു ധാർമ്മികമായ അടിത്തറ അവർക്ക് ലഭിച്ചു. വാണിജ്യവും വ്യാപാരവും ധാർമ്മികത കൈവിടാതെ തന്നെ തഴച്ചു വളരാൻ ഇത് കാരണമായി. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. അതായത്, പലിശ വാങ്ങുന്നത് തെറ്റാണെന്ന മതപരമായ നിയമത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുതലാളിത്തത്തിന് ശ്വസിക്കാനുള്ള ഒരു ധാർമ്മിക പഴുത് അദ്ദേഹം ഉണ്ടാക്കിക്കൊടുത്തു. അതെ അതെ. പക്ഷേ എന്റെ സംശയം, ഇതൊക്കെ കേവലം സിദ്ധാന്തങ്ങൾ മാത്രമായി ഒതുങ്ങിയോ?
അതോ 15-ാം നൂറ്റാണ്ടിലെ സമൂഹത്തിൽ ഇതിന് പ്രായോഗിക തലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഓ, വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ ഏറ്റവും മികച്ച പ്രായോഗിക ഉദാഹരണമായിരുന്നു 1472-ൽ സിയേനയിൽ രൂപീകരിച്ച മൊണ്ടി ഡി പിയേറ്റ. മൊണ്ടി ഡി പിയേറ്റ. അതെ, ദരിദ്രരായ ജനങ്ങളെ കൊള്ളപ്പലിശക്കാരിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇതൊരു ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമായിരുന്നു. ഓഹോ, ശൈത്യകാലത്ത് ഭക്ഷണം വാങ്ങാനോ കൃഷിക്കാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാനോ ഒക്കെ പാവപ്പെട്ടവർക്ക് വളരെ ചെറിയ പലിശ നിരക്കിൽ അവർ വായ്പകൾ നൽകി. പകരമായി ചെറിയ സാധനങ്ങൾ പണയമായും സ്വീകരിച്ചു. നമ്മളിന്ന് കാണുന്ന മൈക്രോ ഫൈനാൻസിംഗ് അഥവാ ചെറുകിട വായ്പാ സംവിധാനങ്ങളുടെ 15-ാം നൂറ്റാണ്ടിലെ പതിപ്പ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഗ്രാമീണ ബാങ്കുകളും കുടുംബശ്രീ ലോണുകളുമൊക്കെ പ്രവർത്തിക്കുന്ന അതേ മാതൃക 500 വർഷങ്ങൾക്ക് മുൻപ് ഒരു സന്യാസി പ്രാവർത്തികമാക്കിയെന്നത് അവിശ്വസനീയമാണ്. ശരിക്കും അവിശ്വസനീയമാണ്. ആ ചരിത്രത്തിന്റെ എന്തെങ്കിലും ശേഷിപ്പുകൾ ഇന്നും സീനയിൽ കാണാൻ സാധിക്കുമോ? തീർച്ചയായും ആ ചരിത്രം ഇന്നും അവിടെ ജീവിക്കുന്നുണ്ട്. സിയേന നഗരത്തിന് പുറത്തുള്ള ബാസിലിക്ക ഡെൽ ഒസർവാൻസ എന്ന പള്ളി ഒരു വലിയ ചരിത്ര സ്മാരകമാണ്. പൂർണ്ണമായും തകർന്നുപോയിരുന്നു. എന്നാൽ പിന്നീട് പഴയതുപോലെ തന്നെ അവരത് പുനർനിർമ്മിച്ചു. ബെർണാഡിനോ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അദ്ദേഹത്തിന്റെ കൊഴിഞ്ഞുപോയ ഒരു പല്ലും ഇന്നും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഓഹോ. അവിടെയുള്ള 3ാമത്തെ ചാപ്പലിൽ അദ്ദേഹത്തിന്റെ ഒരു ചിത്രമുണ്ട്. 1444-ൽ, അതായത് അദ്ദേഹം മരിച്ച അതേ വർഷം വരച്ച ചിത്രം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ മെലിഞ്ഞുണങ്ങിയ മുഖമുള്ള ചിത്രം. അതെ, അതുതന്നെ. അതൊരു യഥാർത്ഥ ചിത്രമാണ്. അദ്ദേഹത്തെ ഭംഗിയാക്കി വരയ്ക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. ആ ക്ഷീണിച്ച മുഖവും യാതനകൾ അനുഭവിച്ച ശരീരവും അതിൽ വളരെ വ്യക്തമാണ്. പിന്നീട് ലോകമെമ്പാടും വരയ്ക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്കെല്ലാം അടിസ്ഥാനം ഇതാണ്. ശരി. ഇതിനു പുറമെ സീന നഗരത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഒറേറ്ററിയുണ്ട്. 1400കളിൽ പ്ലേഗ് മഹാമാരി പടർന്നുപിടിച്ചപ്പോൾ സ്വന്തം ജീവൻ പണയം വച്ചും അദ്ദേഹം പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുന്നതിന്റെ മനോഹരമായ ചിത്രങ്ങൾ അവിടെ കാണാം. സീനയിലെ സാൻ ഫ്രാൻസിസ്കോ ബാസിലിക്കയെക്കുറിച്ചും ചരിത്രരേഖകളിൽ കാണുന്നുണ്ടല്ലോ. അവിടെ എന്തോ വലിയൊരു അത്ഭുതം നടന്നതായി വിശ്വാസമുണ്ടല്ലോ. അതെ, അതൊരു വലിയ അത്ഭുതമായാണ് വിശ്വസിക്കപ്പെടുന്നത്. 1730-ൽ അവിടെ നിന്ന് പവിത്രമായ തിരുവോസ്തികൾ മോഷ്ടിക്കപ്പെടുകയും പിന്നീട് തിരികെ ലഭിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യാതൊരു കേടുപാടുകളുമില്ലാതെ ആ തിരുവോസ്തികൾ ഇന്നും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ നിരവധി പരിശോധനകൾ നടത്തിയിട്ടും അവ എങ്ങനെ കേടുകൂടാതെ ഇരിക്കുന്നുവെന്ന് കണ്ടെത്താനായിട്ടില്ല. അത്ഭുതം തന്നെ. പിന്നെ മറ്റൊരു കൗതുകം അൽബരീനോ പള്ളിയാണ്. 1212-ൽ വിശുദ്ധ ഫ്രാൻസിസ് അവിടെ മണ്ണിൽ കുത്തിയ വടി ഒരു ഓക്ക് മരമായി വളർന്നു എന്നാണ് വിശ്വാസം. ആ മരത്തിന്റെ തടിയിൽ കൊത്തിയെടുത്ത വിശുദ്ധ ഫ്രാൻസിസിന്റെ മനോഹരമായ പ്രതിമ ഇന്നും അവിടെയുണ്ട്. ഇതൊക്കെ ആ നഗരത്തിന്റെ ചരിത്രപരമായ വേരുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് കാണിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച ആ എക്സ്റേ മെഷീന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരികെ വരികയാണെങ്കിൽ, മനുഷ്യന്റെ സമ്പദ്വ്യവസ്ഥ എന്നത് ഒരിക്കലും കറുപ്പും വെളുപ്പും കലർന്ന വ്യക്തമായ ഒരു ചിത്രമല്ല എന്ന് നാം മനസ്സിലാക്കുന്നു. അത് വളരെ സങ്കീർണമാണ്. അതെ, വളരെ സങ്കീർണമാണ്. എന്നാൽ ആ സങ്കീർണതകൾക്കിടയിലും JHS എന്നെഴുതിയ സൂര്യരശ്മികളുടെ ചിഹ്നവും പിടിച്ച് നഗ്നപാതനായി നടന്ന ഒരു സന്യാസി ദാരിദ്ര്യത്തിനെതിരെ വെറും പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് ശക്തമായ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ കൊണ്ടുകൂടിയാണ് പോരാടിയത്. അദ്ദേഹമാണ് ആധുനിക ബാങ്കിങ്ങിന്റെയും മൂലധനത്തിന്റെയും ധാർമ്മികമായ അടിസ്ഥാനശിലകൾ പാകിയത്. അതെ. പ്രിയ ശ്രോതാവേ, നിങ്ങൾ അടുത്ത തവണ നിങ്ങളുടെ ഫോണിലെ ബാങ്കിംഗ് ആപ്പ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനായി ഒരു ലോൺ എടുക്കുമ്പോഴോ ഈ ചരിത്രം ഓർക്കുക. ലാഭമുണ്ടാക്കുന്നതും ധാർമ്മികതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിച്ച 15-ാം നൂറ്റാണ്ടിലെ ഈ സന്യാസിയുടെ ചിന്തകൾ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ആധുനിക സാമ്പത്തിക സംവിധാനങ്ങൾക്ക് പിന്നിലുള്ളത്. സത്യത്തിൽ അദ്ദേഹം തെളിയിച്ചത് സാമ്പത്തിക ശാസ്ത്രം എന്നത് വെറും ലാഭനഷ്ടങ്ങളുടെയും അക്കങ്ങളുടെയും മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ ആവശ്യങ്ങളുടെയും സഹാനുഭൂതിയുടെയും ധാർമ്മികതയുടെയും കൂടി ശാസ്ത്രമാണെന്നാണ്. അതെ, അത് വളരെ ശരിയാണ്. ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ്, പ്രിയ ശ്രോതാവേ, നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി ഒരു വലിയ ചോദ്യം ഞാൻ ബാക്കിവെക്കുന്നു. പാവപ്പെട്ടവരെ സാമ്പത്തിക ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ 15-ാം നൂറ്റാണ്ടിലെ ഒരു സന്യാസിക്ക് പണത്തിന്റെയും മൂലധനത്തിന്റെയും ധാർമ്മികതയെ അന്ന് മാറ്റി നിർവചിക്കാൻ കഴിഞ്ഞെങ്കിൽ,
ഒരു രാജ്യത്തിന്റെയും നിയമങ്ങൾക്കും പിടികൊടുക്കാതെ പായുന്ന ഇന്നത്തെ ഡിജിറ്റൽ കറൻസികളുടെയും അതിരുകളില്ലാത്ത ക്രിപ്റ്റോ സമ്പദ്വ്യവസ്ഥയുടെ കാലത്ത് നമ്മൾ സുരക്ഷിതരാണോ? ഈ പുതിയ ലോകത്ത് നടക്കുന്ന സാമ്പത്തിക ചൂഷണങ്ങൾ തടയാനും പുത്തൻ സാങ്കേതികവിദ്യയുടെ ധാർമ്മിക അതിരുകൾ നിർവചിക്കാനും ഒരു ആധുനിക ബെർണാഡിനോട് ആവശ്യം നമുക്കില്ലേ? ഈ ചോദ്യം നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കട്ടെ. അതുവരെ നിങ്ങളുടെ സ്വന്തം കണ്ടെത്തലുകൾ തുടരുക.